നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ നന്ദൂട്ടൻ എൻ്റെ മകൻ ആരംഭിക്കുന്നു. മോനെ നന്ദൂട്ടാ, ഓടല്ലേടാ, ഒന്ന് നിക്കട കണ്ണാ. തറയോട് പാകിയ മുറ്റത്തിലൂടെ പിഞ്ചുപാദങ്ങൾ വെച്ച് പൊട്ടിച്ചിരിച്ച് അമ്മയ്ക്ക് പിടികൊടുക്കാതെ നന്ദൂട്ടൻ ഓടി. ഏതു നിമിഷവും അവൻ താഴെ വീണു പോകുമെന്ന് തോന്നും ആ ഓട്ടം കണ്ടാൽ. പ്ലേറ്റിലെടുത്ത ചോറും കറിയുമായി അവൻ്റെ പിന്നാലെ ഇന്ദുബാലയും ഉണ്ടായിരുന്നു. നോക്ക്, ഈ കളിക്ക് ഞാനില്ല, ഞാനിവിടെ ഇരിക്കുക. തോൽവി സമ്മതിച്ച മട്ടിൽ ഇന്ദുബാല സിമൻറ്റ് കെട്ടിൽ ഇരുന്നു. അമ്മ പിന്നാലെ ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ നന്ദൂട്ടൻ നിന്നിട്ട് കള്ളച്ചിരിയോടെ തിരിഞ്ഞു നോക്കി. 2 വയസ്സ് പ്രായമായിരുന്നു നന്ദൂട്ടന്. ആര് കണ്ടാലും അവനെ എടുത്തൊന്ന് ഓമനിക്കാൻ കൊതിച്ചു പോവും. തനി തങ്കത്തിൻ്റെ നിറം, ചെമ്പിച്ച ചുരുണ്ട മുടി, കണ്ണുകളിലും ചുണ്ടുകളിലുമുള്ള കുസൃതിച്ചിരി സാദാ അവൻ്റെ തുടുത്ത മുഖത്തുണ്ടാവും. കഴുത്തിലൊരു ചെയിൻ, അതിൽ ബദ്രിനാഥിൻ്റെ ചെറിയ ലോക്കറ്റുമുണ്ട്. അമ്മയുടെ പൊന്നു മോനല്ലേ, വാടാ, വന്ന് ഇതുകൂടി കഴിക്ക്. ഇന്ദുബാല ഉരുള വെച്ച് നീട്ടിക്കെഞ്ചി. അവൻ കാലുകൾ മാറി മാറി ചവിട്ടി ആടിക്കൊണ്ട് നിന്ന് ചിരിച്ചു. അവന് ഓടിക്കളിച്ച് മതിയായിരുന്നില്ല. ചുണയുണ്ടെങ്കിൽ എന്നെ പിടിക്കേ എന്ന ഭാവത്തിൽ നന്ദൂട്ടൻ നിന്ന് ചിരിച്ചു. വീടിനുള്ളിൽ നിന്ന് മുറ്റത്തിറങ്ങിയാൽ അവൻ്റെ മട്ടുമാറും. അമ്മയ്ക്ക് ഒരുപാട് പണി ബാക്കിയുണ്ടടാ, വാ കണ്ണാ. അവൻ വരില്ലെന്ന് തലയാട്ടി. ഒടുവിൽ ഇന്ദുബാല ആ ആയുധം പുറത്തെടുത്തു. ഇത് മുഴുവനും വന്ന് കഴിച്ചാൽ അമ്മ മോന് സൈക്കിൾ എടുത്തു തരാം. അത് കേട്ടതും നന്ദൂട്ടൻ അയഞ്ഞു. മത്സരബുദ്ധി മുഖത്തു നിന്ന് മാഞ്ഞു. നാണം പുരണ്ടൊരു കള്ളച്ചിരി മുഖത്ത് തെളിയുകയും ചെയ്തു. തോറ്റമട്ടിൽ കാര്യസാധ്യത്തിനായി പതുക്കെ അവൻ അമ്മയുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. കള്ളൻ കയ്യും പിന്നിൽ കെട്ടി വരുന്നത് കണ്ടില്ലേ? നന്ദൂട്ടൻ അടുത്തു വന്ന് ഇന്ദുബാലയോട് ചേർന്ന് നിന്നു. അവൾ ചോറ് കുഞ്ഞു ഉരുളകളാക്കി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. വിരൽ ചൂണ്ടി അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. സൈക്കിൾ ചവിട്ടാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും അവൻ്റെ അച്ഛൻ 1 മാസം മുമ്പ് 3 കൊച്ചു വീലുള്ള ഒരു സൈക്കിൾ വാങ്ങിക്കൊണ്ടുവന്നു. അച്ഛനെയും അമ്മയെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അവൻ അതിൽ കയറി ഓടിച്ച് കാണിച്ചു കൊടുത്തു. വീണാലോ എന്ന് ഭയന്ന് അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നാലേ അവനത് കിട്ടൂ. നന്ദൻ ഇന്ദുബാല ദമ്പതികൾക്ക് വൈകി കിട്ടിയ കൺമണിയായിരുന്നു നന്ദുമോൻ. വിവാഹം കഴിഞ്ഞ് 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. പ്രശ്നം ഇന്ദുബാലയ്ക്കാണെന്ന് തെളിഞ്ഞതോടെ അവൾ പാടെ തകർന്നുപോയി. കുഞ്ഞെന്ന പ്രതീക്ഷ മാത്രമായിരുന്നില്ല അതിന് കാരണം. പ്രണയവിവാഹമായിരുന്നു അവരുടേത്. നന്ദൻ ഒറ്റപ്പാലത്ത് പാലപ്പുറത്തുള്ള വലിയൊരു സമ്പന്ന കുടുംബത്തിലെ അംഗം. ഇന്ദുബാല ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയും. അതിനെല്ലാം പുറമെ ജാതീയമായ വേലിക്കെട്ടുമുണ്ടായിരുന്നു. പാലപ്പുറത്തെ പാരൽ കോളേജിലെ ഡിഗ്രി മലയാളം വിദ്യാർത്ഥിനിയായിരുന്നു ഇന്ദുബാല. നന്ദൻ അധ്യാപകനും. സാധാരണ അരങ്ങേറുന്ന എല്ലാ എതിർപ്പുകളും അവഗണിച്ച് നന്ദൻ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി താലി കെട്ടി. ആ സമയത്ത് LICയിൽ ജോലി കിട്ടിയതായിരുന്നു നന്ദൻ്റെ കൈമുതൽ. കുഞ്ഞെന്ന മോഹം മനസ്സിൽ വന്നപ്പോഴായിരുന്നു ആ തിരിച്ചടി ഉണ്ടായത്. ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാവുമെന്ന് ഡോക്ടർ അവർക്ക് ഉറപ്പ് കൊടുത്തു. വർഷങ്ങൾ പലത് കടന്നുപോയി. ഡോക്ടറും ഹോസ്പിറ്റലുകളും മാറി മാറി വന്നു. നന്ദന് സ്ഥലം മാറ്റം ഉണ്ടാവുന്നതിന് അനുസരിച്ചായിരുന്നു ഹോസ്പിറ്റൽ മാറ്റവും. ഇന്ദുബാലയ്ക്ക് 30ഉം നന്ദന് 40ഉം വയസ്സുള്ളപ്പോഴായിരുന്നു തഞ്ചാവൂരിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലേക്ക് പ്രമോഷനോടെയുള്ള ട്രാൻസ്ഫർ. അവിടെയുള്ള അതിപ്രശസ്തമായ ബദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് 10 കിലോമീറ്ററിനുള്ളിലായിരുന്നു അവരുടെ വാടക വീട്. അയൽക്കാരിയായ മുത്തശ്ശി അവളോട് പറഞ്ഞത്, ഒരു കുഞ്ഞല്ലേ മോൾക്ക് വേണ്ടത്, അതിന് ബദ്രിനാഥൻ്റെ മുന്നിൽ ചെന്ന് തൊഴുതു പ്രാർത്ഥിക്ക്, ഫലമുണ്ടാവും. അവൾ അത് പാലിച്ചു. എല്ലാ വ്യാഴാഴ്ചകളിലും ബദ്രിനാഥിനു മുന്നിൽ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. ചമോലിയിൽ നിന്ന് ട്രാൻസ്ഫറായി മംഗലാപുരത്ത് എത്തിയ ദിവസം നന്ദൂട്ടൻ തൻ്റെ വരവറിയിച്ചു. എല്ലാം ബദ്രിനാഥൻ്റെ കൃപയെന്ന് ഇന്ദുബാല ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദുമോന് 1 വയസ്സുള്ളപ്പോൾ നാട്ടിലേക്ക് നന്ദന് മാറ്റം കിട്ടി. മരിക്കുന്നതിന് മുമ്പ് തറവാട് അമ്മ നന്ദൻ്റെ പേരിലാണ് എഴുതി വെച്ചിരുന്നത്. അടച്ചിട്ടിരുന്ന വീട്ടിൽ നന്ദൻ ഇന്ദുബാലയെയും നന്ദുമോനുമായി താമസം ആരംഭിച്ചു. 2 ഏട്ടന്മാരും 1 ഏട്ടത്തിയുമുണ്ട് നന്ദന്. അവർ ഇപ്പോഴും നന്ദൻ ചെയ്തത് അപരാധമാണെന്ന മട്ടിൽ അകന്നു നിൽക്കുകയാണ്. പറമ്പ് കടന്ന് അവിടേക്ക് സുനിത ഇലക്കീറുകൊണ്ട് വാമൂടിയ ഒരു സ്റ്റീൽ മൊന്തയുമായി അങ്ങോട്ടേക്ക് വന്നു. നന്ദൻ്റെ കസിൻ വിശാഖൻ്റെ ഭാര്യയാണ് സുനിത. നന്ദൂട്ടൻ മാമുണ്ണുകയാണോ? സുനിത വാത്സല്യത്തോടെ ചോദിച്ചു.
അവളെ നോക്കി പല്ലുകൾ കാട്ടി നന്ദൂട്ടൻ ചിരിച്ചു. എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നോ അടുത്തു വന്നത്? അക്കുച്ചി. നന്ദൂട്ടൻ സുനിതയുടെ നേരെ വിരൽ ചൂണ്ടി. അവൾ സ്കൂളിൽ പോയിരിക്കുവല്ലേ, അവൾ വന്നാലുടനെ നിന്നെ കാണാൻ വരാതിരിക്കുവോ? നന്ദൂട്ടൻ്റെ കളിക്കൂട്ടുകാരിയാണ് സുനിതയുടെ മകൾ അക്കു. അവൾ പായപ്പുറത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കുറച്ച് അടപ്പായസവാ. വിശാഖേട്ടൻ്റെ അച്ഛന് 60 തികയുന്നു. ഉവ്വോ, എന്നിട്ട് വിശാഖനൊന്നും പറഞ്ഞില്ലല്ലോ? രാവിലെ നന്ദൂട്ടനെ കാണാൻ ഇവിടെ വന്നതാ. 60ൻ്റെ ആഘോഷങ്ങളൊന്നുമില്ല ഇന്ദുവേടത്തി. ഞാൻ പായസം വെച്ചതേ ഉള്ളൂ, പണിയൊന്നും ആയിട്ടില്ല. മോനെ നന്ദൂട്ട, ആൻറ്റി പിന്നെ വരാട്ടോ. പോട്ടെ ഇന്ദുവേടത്തി. സുനിത തിരിഞ്ഞു നടന്നു. വിശാഖൻ്റെ അച്ഛന് മുണ്ടും ഷർട്ടും വാങ്ങി വരാൻ നന്ദേട്ടനോട് വിളിച്ചു പറയണമെന്ന് ഇന്ദുബാല മനസ്സിൽ കുറിച്ചു. എന്തിനും ഓടി വരുന്നത് വിശാഖനും സുനിതയുമാണ്. ഭക്ഷണം കഴിച്ചു തീർന്നതോടെ നന്ദൂട്ടൻ സൈക്കിൾ കിട്ടാൻ ശാഠ്യം പിടിച്ചു തുടങ്ങി. വാ കഴുകിച്ചിട്ട് അവൾ അവനെ വീടിനുള്ളിലേക്ക് എടുത്തുകൊണ്ടുപോയി. സൈക്കിൾ കിട്ടിയതോടെ അവൻ ഉത്സാഹത്തോടെ അതിൽ കയറി ഹാളിലൂടെ കടകട ശബ്ദമുണ്ടാക്കി ചവിട്ടാൻ തുടങ്ങി. ഇന്ദുബാല കിച്ചണിൽ ചെന്ന് ഫോണെടുത്ത് നന്ദനെ വിളിച്ചു. റിംഗ് ചെയ്ത് അല്പം കഴിഞ്ഞപ്പോൾ നന്ദൻ്റെ സ്വരം വന്നു. എന്താ ഇന്ദു? നന്ദേട്ടൻ ഊണ് കഴിച്ചോ? സമയമാവുന്നതല്ലേ ഉള്ളൂ. മോൻ എന്തു ചെയ്യുന്നു? സൈക്കിൾ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ ഭക്ഷണം കഴിച്ചത്. ഇനി അത് കൊടുത്തില്ലെങ്കിലുള്ള അവസ്ഥ നന്ദേട്ടൻ അറിയാലോ. അതും ചവിട്ടി കളിക്കുക. അത് വേണ്ടായിരുന്നു. അവൻ അതിൽ കയറിയുള്ള പോക്ക് കാണുമ്പോൾ എനിക്ക് പേടിയാ. ഞാൻ വന്നിട്ട് മതിയായിരുന്നു. ഞാൻ അവൻ്റെ കൂടെ നടക്കില്ലേ? അവൻ വീഴത്തൊന്നുമില്ല. നന്ദേട്ടൻ ഇങ്ങനെ പേടിക്കാതെ. പിന്നെ വിശാഖേട്ടൻ്റെ അച്ഛൻ്റെ ഷഷ്ടി പൂർത്തിയാണത്രേ ഇന്ന്. സുനിത പായസം കൊണ്ടുവന്നപ്പോഴാ ഞാൻ അറിയുന്നേ. ആഘോഷങ്ങളൊന്നുമില്ല. അറിഞ്ഞ നിലയ്ക്ക് നമ്മൾ ഗോവിന്ദമാമയ്ക്ക് ഒരു ജോഡി ഡ്രസ്സ് മേടിച്ചു കൊടുക്കണ്ടേ? നീ അതറിയിച്ചത് നന്നായി. വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാം. നിനക്ക് സാരിയോ നൈറ്റിയോ വേണോ? എന്തായാലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറുന്നതല്ലേ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ദീപാവലിയുടെ പേര് പറഞ്ഞ് എനിക്ക് സാരി എടുത്തതല്ലേ ഉള്ളൂ. എനിക്കൊന്നും വേണ്ട. പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ നന്ദൂട്ടൻ എന്തെങ്കിലും എടുത്തോളൂ. ശരി, നീ ഫോൺ വെച്ചോ. അവൾ ഫോൺ കാതിൽ നിന്നെടുത്തു. താൻ പറഞ്ഞില്ലെങ്കിലും നന്ദൂട്ടന് വാങ്ങാതെ അവൻ്റെ അച്ഛൻ വരില്ലെന്ന് ഉറപ്പല്ലേ? നന്ദൂട്ടൻ സൈക്കിളിൽ മിന്നൽ പോലെ ഹാളിലൂടെ പാഞ്ഞു പോകുന്നത് ഇന്ദുബാല കണ്ടു. തൻ്റെയും നന്ദേട്ടൻ്റെയും മുഴുവൻ സ്വപ്നങ്ങളും അവനാണ്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നിറങ്ങി നന്ദൻ കാറിനടുത്ത് വന്നപ്പോൾ മറ്റൊരു ഹോണ്ട സിറ്റി കാറിൽ നിന്ന് വല്യേട്ടൻ ഹരീന്ദ്രനും ഭാര്യ ജമന്തിയും ഇറങ്ങുന്നത് കണ്ടു. അവരെ ഗൗനിക്കാതെ നന്ദൻ കാറിൽ കയറാൻ തുടങ്ങിയതും ഹരീന്ദ്രൻ ശബ്ദിച്ചു. നീ ഒന്ന് നിൽക്കടാ. തലയെടുപ്പോടെ ഹരീന്ദ്രൻ അങ്ങോട്ട് വന്നു. അയാൾ PWDയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ജമന്തി BDOയും. ജമന്തിയുടെ മുഖത്ത് ഒരുതരം പുച്ഛഭാവം നിഴലിച്ചു. നന്ദൻ ഡ്രസ്സ് എടുക്കാൻ വന്നതാണോ? ജമന്തി ചോദിച്ചു. പറമ്പത്തെ ഗോവിന്ദമാമയുടെ ഷഷ്ടി പൂർത്തിയാ. ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് വെച്ചു. നന്ദൻ പറഞ്ഞു. അതിനുള്ള യോഗമല്ലേ നിനക്കുള്ളൂ? സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടായിട്ടുണ്ടോ? എന്തിന്, അച്ഛൻ്റെയും അമ്മയുടെയും ശരീരമെങ്കിലും അവസാനമായി കാണാൻ പോലും യോഗമുണ്ടായില്ല. ഹരീന്ദ്രൻ പരിഹസിച്ചു. ഞാൻ അന്ന് മുംബൈയിലായിരുന്നു. അച്ഛൻ്റെ മരണവാർത്ത നിങ്ങളാരും എന്നെ അറിയിച്ചില്ല. അമ്മ മരിക്കുമ്പോൾ തമിഴ്നാട്ടിലും. വിശാഖൻ അറിയിച്ച ഉടൻ ഞാൻ പുറപ്പെട്ടതാ. പക്ഷേ ഞാൻ കാണുമെന്ന് കരുതി നിങ്ങൾ പെട്ടെന്ന് അടക്കം ചെയ്തു. നീ കാണരുതെന്ന് കരുതിയിട്ടല്ലടാ, അച്ഛൻ്റെ ആത്മാവിനെ മുറിപ്പെടുത്താതിരിക്കാൻ. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തൊരു വീട്ടിൽ നിന്ന് ചന്തം നോക്കി ഒരുത്തിയെ വിളിച്ചിറക്കിക്കൊണ്ടുപോയ നിനക്ക് ഞങ്ങൾ എന്തു വിലയാ തരേണ്ടത്? അമ്മയൊരു വിഡ്ഢിത്തം കാണിച്ചു. തറവാട് നിന്റെ പേരിൽ എഴുതി വെച്ചു. ആ കുടുംബത്തിലേക്ക് ആരു വന്ന് കയറരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചോ അവളെ നീ അവിടെ കുടിയിരുത്തി. അച്ഛൻ്റെ ആത്മാവ് നിന്നോട് പൊറുക്കില്ലടാ. ഹരീന്ദ്രൻ ശാപം പോലെ പറഞ്ഞു. എനിക്ക് മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തത് മഹാ അപരാധമായി ഞാൻ കാണുന്നില്ല. എന്ത് ജാതി, എന്ത് കുലം. ഒരു മഹാവ്യാധി വന്നിട്ടും വല്യേട്ടന് തിരിച്ചറിയാനാവാതെ പോയതിൽ സഹതാപമുണ്ട്. അതിൽ മരിച്ചവരെ അവസാനമായി ഒന്ന് കാണാനുള്ള യോഗം അവരുടെ മക്കൾക്കുണ്ടായോ? ജമന്തി ഏടത്തിയുടെ അച്ഛൻ മരിച്ചതും കോവിഡ് വന്നല്ലേ. ചേടത്തി അച്ഛനെ അവസാനമായി കണ്ടോ? ജമന്തിയുടെ മുഖം വിളറി വെളുത്തു. ഞാൻ ചെയ്തത് തെറ്റെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അമ്മ തറവാട് എനിക്കെഴുതുവോ? അമ്മ പോയ ശേഷം എല്ലാ വർഷവും ഞാൻ ബലിയിടുന്നുണ്ട്. എൻ്റെ അമ്മയെ അറിയുന്നുമുണ്ട്. നന്ദൻ കാറിൻ്റെ ഡോർ തുറന്നു.
അവൾ മച്ചിയാണെന്ന് തോന്നിയിട്ടെങ്കിലും അവളെ കളഞ്ഞിട്ട് കുടുംബത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതി. ഹരീന്ദ്രൻ പരിതപിച്ചു. നന്ദൻ ചിരിച്ചു. വലിയേട്ടനോട് ആരാ പറഞ്ഞത് കുറേ കാലം ഞങ്ങൾക്കൊരു കുഞ്ഞു പിറക്കാതെ പോയത് അവളുടെ കുഴപ്പം കൊണ്ടാണെന്ന്? കുഴപ്പം എനിക്കായിരുന്നു. കൗണ്ടിൻ്റെ കുറവ്. അവളാ എന്നെ കളഞ്ഞിട്ട് പോകേണ്ടിയിരുന്നത്. നന്ദൻ കാറിൽ കയറി ഓടിച്ചുപോയി. ഇന്ദുവിന് വേണ്ടി അത്രയെങ്കിലും പറയണമെന്ന് അയാൾക്ക് തോന്നി. വിവാഹം കഴിഞ്ഞ് 7-8 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ദുവിനെ ഉപേക്ഷിച്ച് വരാൻ മൂന്നാമത് ഒരാളെ വലിയേട്ടൻ തൻ്റെ അടുത്തേക്ക് അയച്ചിരുന്നു. ഇന്ദുവിനോട് താനത് പറഞ്ഞിട്ടില്ല. അവർക്ക് ഇന്ദുബാല എന്നും ആശാരിപ്പറമ്പിൽ ലീലാമണിയുടെ മകളാണ്. തറവാടിന് മുമ്പിൽ കാർ നിർത്തി നന്ദൻ ബാഗും ടെക്സ്റ്റൈൽ ഷോപ്പിലെ കവറുമായി ഇറങ്ങുമ്പോൾ നന്ദൂട്ടൻ സിറ്റൗട്ടിൽ എത്തിയിരുന്നു. അച്ഛൻ. അവൻ ചിരിയോടെ കൈകൊട്ടി സന്തോഷം പ്രകടിപ്പിച്ചു. കയറി വന്ന നന്ദൻ അവനെ മറുകൈകൊണ്ട് എടുത്തുയർത്തി കവിളിൽ ഉമ്മ വെച്ചു. അകത്ത് പ്രവേശിക്കുമ്പോൾ ഒരു കപ്പ് ചായയുമായി ഇന്ദുബാല വന്നു. ടീപ്പോയിൽ ചായക്കപ്പ് വെച്ചിട്ട് അവൾ ബാഗും കവറും വാങ്ങി. മോനെയും കൊണ്ട് അയാൾ സിറ്റിയിലിരുന്നു. അതിനുള്ളിൽ നന്ദൂട്ടിന് ഒരു ജോഡി ഡ്രസ്സുണ്ട്, അത് മാറ്റിയേക്ക്. നമുക്കിപ്പോൾ തന്നെ ഗോവിന്ദമാമയെ കണ്ടിട്ട് വരാം. അയാൾ ചായ കുടിച്ചു. നന്ദേട്ടൻ ഫ്രഷ് ആവുന്നില്ലേ? അത് വന്നിട്ടാവാം. സമയം സന്ധ്യയായില്ലേ? പിന്നെ താമസിച്ചില്ല. വീട് പൂട്ടി അവർ പറമ്പത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു. പൂമുഖത്ത് വിളക്ക് വെച്ചിട്ടുണ്ട്. ഗോവിന്ദമാമ ചാരുകസേരയിൽ കിടക്കുന്നത് കണ്ടു. അല്ല, ആരൊക്കെയാ? വല്യമ്മാമയുടെ നന്ദൂട്ടനും ഉണ്ടല്ലോ. ഗോവിന്ദമാമ വാത്സല്യത്തോടെ എതിരേറ്റു. അകത്തുനിന്ന് വിശാഖനും സുനിതയും പിന്നാലെ അക്കുമോളും പുറത്തേക്ക് വന്നു. അവളെ കണ്ടതും നന്ദൂട്ടൻ ഇന്ദുബാലയുടെ കയ്യിൽ നിന്ന് വഴുതിയിറങ്ങി. നന്ദൂട്ട വാടാ. അക്കു അവൻ്റെ 2 കൈയിലും പിടിച്ച് കോലായുടെ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നന്ദേട്ടൻ ഇരിക്ക്. വിശാഖൻ ക്ഷണിച്ചു. ഇന്ദുബാലയുടെ കയ്യിലിരുന്ന ഡ്രസ് പാക്കറ്റ് നന്ദൻ വാങ്ങി. അതയാൾ ഗോവിന്ദമാമയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഗോവിന്ദമാമയ്ക്ക് ഒരു ജോഡി ഡ്രസ്സാ. ഞാൻ എവിടെ പോകാനാ നന്ദ? ആ വൃദ്ധ നയനങ്ങൾ നനഞ്ഞു. ഒരു വിശേഷപ്പെട്ട ദിവസം ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ എനിക്കാരാ ഗോവിന്ദമാമയുള്ളത്? അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി അത് ചെയ്യാനുള്ള ഭാഗ്യമില്ലാതെ പോയവനാ ഞാൻ. ഗോവിന്ദമാമയോടെങ്കിലും എനിക്കത് ചെയ്യണ്ടേ? നിന്റെ മനസ്സ് അറിഞ്ഞിട്ടുള്ളവളാ നിന്റെ അമ്മ. സുഭദ്ര മരിക്കുന്ന സമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു. നിന്റെ മോനെ ഒന്ന് കാണണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. നന്ദൻ ചാരുപടിയിൽ ചെന്നിരുന്നു. അയാൾക്കത് അറിയാമായിരുന്നു. അമ്മയുടെ അനുഗ്രഹം വാങ്ങി തന്നെയാണ് ഇന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. അവർ മരിക്കുന്നതിന് 3 മാസം മുമ്പ് തറവാട് മക്കൾ അറിയാതെ നിന്റെ പേരിൽ എഴുതി വെക്കണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞത്. ഞാൻ അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അവൾ പോയി 16 അടിയന്തരം കഴിഞ്ഞാ മക്കൾ ആധാരം കാണുന്നത്. 3 പേരും അന്ന് തറവാട് വിട്ടിറങ്ങി. നിനക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന് കേട്ടപ്പോൾ വാടക വീട് തേടാതെ അവിടെ വന്ന് താമസിക്കാൻ ഞാൻ വിശാഖനെ നിന്റെ അടുത്തേക്ക് അയച്ചു. നന്ദൻ്റെ കണ്ണുകൾ നിറയുന്നത് വിശാഖൻ കണ്ടു. അച്ഛൻ അതൊക്കെ പറഞ്ഞ് നന്ദേട്ടനെ വിഷമിപ്പിക്കരുത്. ഇല്ല, സന്തോഷമായി മോനെ. ഞാൻ ചായ എടുക്കാം. അകത്തേക്ക് പോകാൻ തുനിഞ്ഞ സുനിതയെ ഇന്ദുബാല പിടിച്ചു നിർത്തി. ചായ കുടിച്ചേച്ചാ ഞങ്ങൾ വരുന്നത്, ഒന്നും വേണ്ട. പിന്നെ നന്ദ, നന്ദൂട്ടന് 2 വയസ്സായില്ലേ? ഒരു കുഞ്ഞുകൂടി നിങ്ങൾക്ക് വേണ്ടേ? വളർന്നു കഴിയുമ്പോൾ അവനും തോന്നില്ലേ കൂട്ടിനായി ഒരു കൂടപ്പിറപ്പ് വേണമെന്ന്? ഗോവിന്ദമാമ നിഷ്കളങ്കമായി ചോദിച്ചു. ഇന്ദുബാലയെ നോക്കി നന്ദൻ ചിരിച്ചു. അച്ഛൻ്റെ ഒരു കാര്യമെന്ന് വിശാഖൻ മനസ്സിൽ പറഞ്ഞു. 3 കൂടപ്പിറപ്പുകൾ ഉണ്ടായിട്ടും ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ ഗോവിന്ദമാമേ? ഞങ്ങൾക്ക് അവൻ മതി. പിന്നെ ഞങ്ങളും ചെറുപ്പക്കാരല്ലല്ലോ. സുഭദ്ര നിന്നെ പ്രസവിക്കുമ്പോൾ അവൾക്ക് ഇന്ദുവിൻ്റെ പ്രായവാ. ഞാൻ പറഞ്ഞേ ഉള്ളൂ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഗോവിന്ദമാമ ആ വിഷയം അവസാനിപ്പിച്ചു. നാട്ടുവിശേഷങ്ങൾ പറഞ്ഞ് അല്പം നേരം കൂടി ഇരുന്നിട്ട് അവർ യാത്ര പറഞ്ഞിറങ്ങി. ഗേറ്റ് വരെ ടോർച്ചുമായി വിശാഖൻ വന്നു. അച്ഛൻ സമയമോ സാഹചര്യമോ നോക്കി പറയാറില്ലെങ്കിലും ആ പറഞ്ഞതിൽ വാസ്തവമുണ്ട്. വിശാഖൻ തമാശ രൂപേണ പറഞ്ഞു. ഞങ്ങൾ അത് ആലോചിക്കാഞ്ഞിട്ടൊന്നുമല്ല. ഇന്ദുവിന് മനസ്സുമുണ്ട്. പക്ഷേ നന്ദമോനെ പ്രസവിക്കാൻ അവൾ അനുഭവിച്ച വിഷമതകൾ എനിക്കേ അറിയൂ. ഞങ്ങൾക്ക് ഇവൻ മതി. നന്ദൻ്റെ കയ്യിലായിരുന്നു നന്ദൂട്ടൻ. അവരെ ഗേറ്റ് കടത്തി വിട്ടിട്ട് വിശാഖൻ പോയി. കുളി കഴിഞ്ഞ് മുണ്ടും ബനിയനും ധരിച്ച് നന്ദൻ ഹാളിലേക്ക് വന്നു. ഇന്ദുബാല കിച്ചണിൽ എന്തോ പാചകത്തിലാണ്. TV വെച്ചിട്ട് റിമോട്ടുമായി അയാൾ ദിവാൻ കോട്ടിൽ വന്ന് കിടന്നു.
ന്യൂസ് ചാനൽ പിടിച്ചപ്പോഴേക്കും പതിവ് പോലെ നന്ദൂട്ടൻ ഓടി വന്ന് ദിവാൻ കോട്ടിൽ വലിഞ്ഞു കയറി അയാളുടെ നെഞ്ചിൽ കമിഴ്ന്നു കിടന്നു. അത്താഴ സമയം വരെ അവൻ്റെ കിടപ്പ് അവിടെയാണ്. അരമണിക്കൂറിനുള്ളിൽ അവൻ ഉറങ്ങുകയും ചെയ്യും. സെക്രട്ടേറിയറ്റിനു മുന്നിലെ ഒരു സമരമാണ് ന്യൂസിൽ കണ്ടത്. ഒരു യുവാവും യുവതിയും സമരപന്തലിൽ ഇരിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ വിട്ടുതരൂ എന്നൊരു പ്ലക്കാർഡ് അവൾ പിടിച്ചിട്ടുണ്ട്. ചുറ്റിലും വലിയൊരു ആൾക്കൂട്ടവും ചാനലുകാരുമുണ്ട്. ന്യൂസ് റീഡറുടെ ശബ്ദം കേട്ടു. തൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്നാണ് ബന്ധുക്കൾ ഇതുവരെ തന്നെ വിശ്വസിപ്പിച്ചിരുന്നത് എന്നാണ് നിഖില പറയുന്നത്. സ്വന്തം കുഞ്ഞിനു വേണ്ടിയുള്ള ഒരമ്മയുടെ സമരം കേരള സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. സെൽ റിംഗ് ചെയ്തപ്പോൾ ടീപ്പോയിൽ നിന്ന് നന്ദൻ കിടന്നുകൊണ്ട് ഫോൺ എടുത്തു നോക്കി. രവിചന്ദ്രൻ്റെ കോളാണ്. നന്ദൻ്റെ മുഖത്ത് ചെറുചിരി വിടർന്നു. തൃശ്ശൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് രവിചന്ദ്രനും അവിടെയുണ്ടായിരുന്നു. ആ പരിചയം പിന്നെ സൗഹൃദത്തിലേക്ക് വളർന്നു. രവിചന്ദ്രൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് പട്ടം ഓഫീസിലാണ്. രവി, നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി അല്ലേ? ചിരിയോടെ നന്ദൻ ചോദിച്ചു. ആ, നന്ദ എവിടെയുണ്ട്? വീട്ടിലെത്തിയോ? വീട്ടിലാ, TV ന്യൂസ് കാണുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കൽ തൻ്റെ കുഞ്ഞിന് വേണ്ടി നിഖില എന്നൊരു പെൺകുട്ടിയുടെ സമരം കണ്ടോ? അത് കാണുകയായിരുന്നു. വിഷയം എന്താണെന്ന് മനസ്സിലായില്ല, നന്ദൻ പറഞ്ഞു. അത് ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പെങ്ങളാവൾ. അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ ഒരു കാർ ആക്സിഡൻറ്റിൽ അച്ഛൻ മരിച്ചുപോയി. 2 സഹോദരന്മാരാ പിന്നീട് അവളെ സ്വന്തം മോളെ പോലെ വളർത്തിയത്. സമ്പന്ന കുടുംബമാ. ഒരുപാട് ബിസിനസ്സുകൾ അവർക്കുണ്ട്. പെങ്ങളെ മെഡിസിന് ചേർത്ത് പഠിപ്പിച്ചു. അവൾ കൂടെ പഠിച്ചിരുന്ന ആൽബി എന്ന ഒരു ക്രിസ്ത്യൻ പയ്യനുമായി പ്രണയത്തിലായി. നന്ദൂട്ടനെ ചേർത്ത് പിടിച്ച് താൽപര്യത്തോടെ നന്ദൻ ഫോൺ മറുകാതിലേക്ക് മാറ്റി. അവൾക്ക് 18 വയസ്സ് പ്രായമുള്ളപ്പോഴാ അവൾ പ്രഗ്നൻ്റ് ആണെന്ന വാർത്ത അവർ അറിയുന്നത്. അപ്പോഴേക്കും 7 മാസമായി പ്രഗ്നൻസിക്ക്. പയ്യനെ അവർ ഭീഷണിപ്പെടുത്തി നാട് കടത്തി. അവനൊരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചനായിരുന്നു. പ്രസവിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാതായി. ഒരു ചെറിയ ഹോസ്പിറ്റലിൽ രഹസ്യമായി ഡെലിവറി കഴിഞ്ഞു. രാത്രിയായിരുന്നു പ്രസവം. പിന്നീട് രാവിലെ അവർ അവളെ ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുപോയി. കൂടെ ചാപിള്ളയായി ജനിച്ച കുഞ്ഞിനെ പൊതിഞ്ഞ തുണി കിട്ടും. മൈ ഗോഡ്, നന്ദൻ പറഞ്ഞുപോയി. അവളുടെ മുന്നിൽ തന്നെ കുഞ്ഞിനെ വീടിനോട് ചേർന്ന് അടക്കം ചെയ്തു. അവൾ ആൽബിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇനി അവനെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് പതുക്കെ അവളും മനസ്സിലാക്കി. ഇനി ആ ട്വിസ്റ്റ്. നന്ദൻ കാതുകൾ കൂർപ്പിച്ചു. 2 വർഷം കഴിഞ്ഞ് ആൽബി അവളുടെ മുന്നിൽ വന്നു. അവൾ പ്രസവിച്ച ഹോസ്പിറ്റലിൽ അവൻ അന്വേഷിച്ചപ്പോൾ കുഞ്ഞ് മരിച്ചിരുന്നില്ല എന്നും ആരോഗ്യമുള്ള കുഞ്ഞായിരുന്നുവെന്നും അവൻ മനസ്സിലാക്കിയിരുന്നു. അവർ കുഴിച്ചിട്ടത് തുണിക്കെട്ട് മാത്രമായിരുന്നു. സഹോദരന്മാർക്കെതിരെ സമരവുമായി അവൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരാൻ കാരണം അതാണ്. എങ്കിൽ ആ കുഞ്ഞെവിടെ? നന്ദൻ ചോദിച്ചു. നന്ദ, നിഖിലയുടെയും ആൽബിയുടെയും ആ കുഞ്ഞിനെയാ നീയും ഇന്ദുബാലയും വളർത്തുന്നത്. ഒരിടിവാൾ നന്ദൻ്റെ തലച്ചോറിലൂടെ പാഞ്ഞുപോയി. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് ഉറപ്പായപ്പോൾ മംഗലാപുരത്തായിരുന്ന നിന്നെയും ഇന്ദുബാലയെയും വിളിച്ചു വരുത്തി ഞാൻ വാങ്ങിത്തന്ന ആ കുഞ്ഞിനു വേണ്ടിയാ അതിൻ്റെ അമ്മ സമരം നടത്തുന്നത്. നന്ദൂട്ടനെ നെഞ്ചോടമർത്തിപ്പിടിച്ച് നന്ദൻ എഴുന്നേറ്റിരുന്നു. ശക്തിയായി കിതച്ചു. TV സ്ക്രീനിലേക്ക് അയാൾ ഉൾക്കിടിലത്തോടെ നോക്കി. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരൂ. കണ്ണീരൊഴുക്കി തേങ്ങലോടെ വിളിച്ചു പറയുന്ന പെൺകുട്ടിയുടെ മുഖം. നന്ദൂട്ടനെ നെഞ്ചോട് അമർത്തി നന്ദൻ ഇരുന്ന് കിതച്ചു. ഇന്ദുബാല കിച്ചണിൽ നിന്ന് ചിരിയോടെ നടന്നു വരുന്നത് ഉൾക്കിടിലത്തോടെ നന്ദൻ കണ്ടു. ഫോണിൻ്റെ മറുവശത്ത് രവിചന്ദ്രനുണ്ട്. അയാൾ കാതിൽ നിന്ന് ഫോൺ മാറ്റിപ്പിടിച്ചു. അവൻ ഉറങ്ങിയില്ലേ? ഇന്ദു, മോനെ മുറിയിൽ കൊണ്ടുപോയി കിടത്ത്. ആരാ നന്ദേട്ടാ? നന്ദൂട്ടനെ അയാളുടെ നെഞ്ചിൽ നിന്നെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. ഒരു LIC ഏജൻറ്റാ. പോളിസിയുടെ കാര്യം സംസാരിക്കാനാ. അവൾ മോനെയും കൊണ്ടുപോയതും നന്ദൻ അതിവേഗം മുറ്റത്തേക്കിറങ്ങി. രവി, ഇന്ദു കയറി വന്നു. ഞാൻ പുറത്തേക്കിറങ്ങി. താഴ്ന്നുപോയ ഒച്ചയിൽ നന്ദൻ പറഞ്ഞു. എനിക്കത് മനസ്സിലായി നന്ദ. സംഗതി നമ്മുടെ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നിഖിലയുടെ വിഷയം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ വിവരം അറിഞ്ഞ ഉടൻ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് ചെന്നു. അവിടെ വലിയ ജനപിന്തുണയാ അവൾക്കുള്ളത്. വർഷം 2 കഴിഞ്ഞതല്ലേ രവി? ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ?
അവൾ പ്രസവിച്ചത് ചാപിള്ളയായിരുന്നെന്നാ സഹോദരങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിനെ കൊണ്ടാ അവരത് ഓപ്പറേറ്റ് ചെയ്തത്. രാവിലെ പുറത്ത് ഇവർ അറിയുന്നതിന് മുമ്പേ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തുണിക്കെട്ട് കുഴിച്ചു മൂടുകയും ചെയ്തു. ആ പയ്യൻ 2 വർഷം എവിടെയായിരുന്നു? അവൻ എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. 21 വയസ്സ് പൂർത്തിയായിട്ടാ അവൻ്റെ രംഗപ്രവേശം. ഇതുവരെ ഒരു തരത്തിലും അവൻ അവളെ കോണ്ടാക്ട് ചെയ്തിരുന്നില്ലെന്നാ നരേന്ദ്രൻ എന്നോട് പറഞ്ഞത്. ആരാ നരേന്ദ്രൻ? നന്ദൻ ചോദിച്ചു. നിഖിലയുടെ മൂത്ത സഹോദരൻ. ഇളയവൻ്റെ പേര് സുധീർ. നീ അയാളെ മറന്നോ? കുഞ്ഞിനെ നിങ്ങൾക്ക് തരുമ്പോൾ നരേന്ദ്രൻ ഉണ്ടായിരുന്നു. നന്ദൻ മൂളി. അയാൾക്ക് ആ രൂപം ഓർമ്മ വന്നു. ഈ വിഷയത്തിൽ അയാളുടെ നിലപാടെന്താ? നന്ദന് ജിജ്ഞാസയായി. നരേന്ദ്രനെ ഞാൻ വിളിച്ചായിരുന്നു. ഈ ജന്മം അവൾ ആ കുഞ്ഞിൻ്റെ അടുത്തെത്തില്ലെന്നാ അയാൾ പറയുന്നത്. ജയിലിൽ പോകേണ്ടി വന്നാലും കുഞ്ഞിനെന്ത് സംഭവിച്ചെന്ന് പുറത്തു പറയില്ലെന്ന്. അത്രയ്ക്ക് വാശി അയാൾക്ക് അവളോട്. അവളെയും ആ പയ്യനെയും സംരക്ഷിക്കുന്നത് ഒരു സംഘടനയാ. അവൾ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. രവി, എനിക്ക് ഈ വിവരം ഇന്ദുവിനോട് പറയാനുള്ള കരുത്തില്ല. അവൾ പ്രസവിച്ച കുഞ്ഞാണെന്ന് വരുത്തി തീർത്താ ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. എൻ്റെ ബന്ധുക്കളെ പറ്റിയൊക്കെ ഞാൻ രവിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ മോൻ്റെ അമ്മ അവളല്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും അറിഞ്ഞാൽ അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല രവി. കുഞ്ഞിനെ നഷ്ടപ്പെടുക മാത്രമല്ല, പിന്നീടുള്ള അപവാദങ്ങൾ കൂടി അവൾക്ക് സഹിക്കാനാവില്ല. നന്ദൻ്റെ സ്വരം കരച്ചിലിൽ അലിഞ്ഞു. ഇടർച്ചയോടെ അയാൾ തുടർന്നു. ദത്തെടുത്ത കുഞ്ഞാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഞങ്ങൾക്കുണ്ടാവില്ലായിരുന്നു. 2 വയസ്സ് വരെ അവനെ വളർത്തിയതിൻ്റെ സങ്കടം മാത്രമേ മനസ്സിലുണ്ടാവൂ. ഇതങ്ങനെയാണോ? നമുക്കിത് ഫേസ് ചെയ്തേ പറ്റൂ. നരേന്ദ്രൻ്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ. ഒടുവിൽ അയാൾ എൻ്റെ പേര് പറഞ്ഞാൽ എനിക്കെല്ലാം പറയേണ്ടി വരും. നീ എന്നെ ശപിച്ചിട്ട് കാര്യമില്ല നന്ദ. കൂർത്തൊരു ഇരുമ്പാണി നെഞ്ചിൽ അടിച്ചു കയറ്റിയ വേദന നന്ദനുണ്ടായി. നീ ഇന്ദുബാലയോട് ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചു വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വന്നു കയറിയാൽ അവൾക്ക് താങ്ങാൻ കഴിഞ്ഞുവെന്ന് വരില്ല. നന്ദൻ ശബ്ദിച്ചില്ല. കുഞ്ഞ് അവളുടേതല്ലെന്ന സത്യം അവൾക്കും അറിയാവുന്നതല്ലേ. മാനസികമായൊരു തയ്യാറെടുപ്പ് ഇപ്പോഴേ ഉണ്ടായിക്കൊള്ളും. നീ പറഞ്ഞു വരുന്നത് അവനെ വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണോ? നന്ദൻ്റെ ഒച്ചയിടറി. സമൂഹം ഒന്നടങ്കം നരേന്ദ്രനെതിരെ തിരിഞ്ഞിരിക്കുക. അയാൾ ഒളിവിൽ പോകുമെന്നാ എന്നോട് പറഞ്ഞത്. അയാൾക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? നന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മനസാക്ഷിയുള്ള ആരും നിഖിലയെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ അവൾക്ക് വേണ്ടി ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ കേരളത്തിൻ്റെ ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുക. നന്ദൻ സിമൻ്റ് കെട്ടിൽ ഇരുന്നു. ഇന്ദുബാല സിറ്റൗട്ടിൽ വന്ന് നിൽക്കുന്നത് അയാൾ കണ്ടു. ഒരഗ്നിപർവ്വതം ഈ വീടിനുള്ളിൽ പുകയുന്ന കാര്യം പാവം ഇന്ദു അറിയുന്നില്ല. മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കെ. നാളത്തെ അന്തരീക്ഷം എന്താണെന്നറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. പിന്നെ നന്ദ, നിങ്ങൾ കുഞ്ഞുമായി സ്ഥലം വിട്ടു പോവരുത്. നന്ദൻ ഒന്നും മിണ്ടിയില്ല. സംസാരം നിലച്ചു. രവിചന്ദ്രൻ ചിത്രത്തിൽ തെളിഞ്ഞാൽ അയാൾ തൻ്റെ നേരെ വിരൽ ചൂണ്ടുമെന്ന് നന്ദന് ഉറപ്പായി. അയാളെ പഴിച്ചിട്ട് കാര്യമില്ല. സംസാരം കഴിഞ്ഞില്ലേ? വാ നന്ദേട്ടാ, ഭക്ഷണം എടുത്തു വെച്ചിരിക്കുക. ഇന്ദുബാല അകത്തേക്ക് പോയി. പുറത്തെ പൈപ്പിൽ നിന്ന് അയാൾ മുഖം കഴുകി. അകത്തു വന്നപ്പോൾ ഇന്ദുബാല ചപ്പാത്തിയും കറിയും എടുത്ത് ടേബിളിൽ വെച്ചിരുന്നു. ഭക്ഷണം താഴേക്കിറങ്ങില്ലെന്ന് അറിഞ്ഞിട്ടും അയാൾ കഴിക്കാൻ തുടങ്ങി. അടുത്ത മാസം നമുക്ക് ഗുരുവായൂരിൽ പോയാലോ നന്ദേട്ടാ? മോന് ഒരു തുലാഭാരം നേർന്നിട്ട് 1.5 വർഷമായി. അവന് പനി പിടിച്ചപ്പോൾ മാംഗ്ലൂര് വെച്ച് നേർന്നതാ. ഭക്ഷണം കഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അടുത്ത മാസം വരെ പോകണ്ട, നമുക്ക് ആ വഴിപാട് കുറച്ച് നേരത്തെ തന്നെ നടത്താം. അയാൾ പറഞ്ഞു. നേർന്ന വഴിപാട് നടത്താൻ എൻ്റെ മോൻ കൂടെ ഉണ്ടാവില്ലെങ്കിലോ എന്നൊരു വിങ്ങലായിരുന്നു നന്ദൻ്റെ മനസ്സിൽ. അവന് ഞങ്ങളെ വിട്ടുപോവേണ്ടി വന്നാൽ ഒന്നും കടമിടാൻ പാടില്ല. നീ അവന് വേണ്ടി വേറെയും നേർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കണം. കരച്ചിൽ വന്നു നന്ദന്. ഇന്ദുബാലയ്ക്ക് സന്തോഷമായി. അത് നല്ല കാര്യമാണ് നന്ദേട്ടാ. വൈകുന്നത് കൊണ്ട് അവനുള്ള ഈശ്വരപ്രീതി കുറഞ്ഞു പോവരുത്. ഇന്ദുബാലയോട് പറയാനുള്ള ധൈര്യം തനിക്കില്ല. അവൾ ഗർഭത്തിൽ പേറി അവനെ പ്രസവിച്ചില്ലെന്നേയുള്ളൂ. മോൻ ജനിച്ച് 3-ാം നാളാണ് അവളുടെ കയ്യിൽ കിട്ടുന്നത്. ചോരമണം മാറാത്ത ആ കുഞ്ഞ് അവൾക്ക് സ്വന്തം കുഞ്ഞായിരുന്നു. ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി അയാൾ എഴുന്നേറ്റ് പോയി. മുറിയിൽ പോകാതെ അയാൾ ചെന്ന് TV ഓൺ ചെയ്തു. ന്യൂസ് ചാനൽ മാറി വന്നപ്പോൾ അതിൽ നിഖിലയുടെ വാർത്തയാണ്. ലൈവ് ന്യൂസാണ്. സെക്രട്ടേറിയറ്റ് പരിസരവും റോഡും ഏറെക്കുറെ ഒഴിഞ്ഞിരിക്കുന്നു.
രാത്രിയായിട്ടും സമരപ്പന്തലിനു ചുറ്റും സ്ത്രീകൾ അടക്കം കുറേ പേരുണ്ട്. ഒരു കട്ടിലിൽ തളർന്നു കിടക്കുകയാണ് നിഖില. അടുത്ത കസേരയിൽ ഇരിക്കുന്ന മെലിഞ്ഞ യുവാവ് ആൽബിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന പെൺകുട്ടി തത്സമയം വിവരണം ആവേശത്തോടെ നടത്തുന്നുണ്ട്. എവിടെയായിരിക്കും നിഖിലയുടെ കുഞ്ഞെന്ന് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. കുഞ്ഞ് സംസ്ഥാനത്തിന് പുറത്താണെന്ന് ചില സൂചനകളുണ്ട്. അതിനിടെ നിഖിലയുടെ സഹോദരന്മാർ ബിസിനസ് ആവശ്യങ്ങൾക്ക് മുംബൈയിലാണുള്ളത്. അവർ ഒളിവിലാണെന്നും സംസാരമുണ്ട്. കുഞ്ഞിന്റെ ശവശരീരം അടക്കം ചെയ്തതാണെന്ന് വീട്ടുകാർ അവകാശപ്പെടുന്നു. വീടിനോട് ചേർന്ന ഭാഗം നാളെ പോലീസ് കുഴി തോണ്ടി പരിശോധിക്കുന്നുണ്ട്. നന്ദൻ വിയർപ്പിൽ കുളിച്ചു. കുഞ്ഞ് മരണപ്പെട്ടില്ലായിരുന്നു എന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വെളിപ്പെടുത്തിയ നിലയ്ക്ക് അവിടെ നിന്ന് കുഞ്ഞിന്റെ ശരീരാവശിഷ്ടം ലഭിച്ചാൽ ഈ കേസിന്റെ ഗതി മറ്റൊന്നാവും. വീട്ടുകാർ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന പുതിയ ആരോപണമായിരിക്കും നിഖില ഉന്നയിക്കാൻ പോകുന്നത് എന്ന് അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞു. അതോടെ ഈ കേസ് കൂടുതൽ സങ്കീർണമാവും. ഇന്ദുബാല സാരി തലപ്പ് പിടിച്ച് കൈകൾ തുടച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. എന്താ പതിവില്ലാതെ വീണ്ടും ഒരു ന്യൂസ് കാണൽ? അയാൾ പെട്ടെന്ന് TV ഓഫ് ചെയ്തു. ഇന്ദുബാല ചെന്ന് വാതിൽ അടച്ചു കുറ്റിയിട്ടു. നന്ദൻ നേരെ ബെഡ്റൂമിലേക്ക് നടന്നു. ബെഡിന്റെ നടുവിൽ ഇരുവശത്തും വെച്ച തലയിണകൾക്കിടയിൽ നന്ദുമോൻ ഉറങ്ങിക്കിടക്കുന്നു. അയാൾ അടുത്തിരുന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ പെറ്റമ്മ ഇപ്പോൾ നിനക്കു വേണ്ടി തെരുവിലെ സമരപ്പന്തലിൽ കിടക്കുകയാണ് മോനെ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. തലയിണ മാറ്റി നന്ദൻ അവന്റെ അടുത്തേക്ക് കിടന്ന് ചേർത്തണച്ച് ശിരസിൽ ചുംബിച്ചു. ആരുടെയും കയ്യിൽ നിന്ന് അപഹരിച്ചെടുത്തതല്ല ഞങ്ങൾ നിന്നെ. നിനക്കിനി ഒരവകാശി വരില്ല എന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ കുഞ്ഞായി വളർത്തിയതാ നിന്നെ. നന്ദന് കരച്ചിൽ വന്നു. ഇന്ദുബാല ഒരു ജഗ്ഗിൽ വെള്ളവുമായി അകത്തു വന്നു. ജഗ് മേശയിൽ വെച്ചിട്ട് അവൾ വാതിലടച്ചു. അയാൾ കൈമടക്കി മുഖത്ത് വെച്ച് നനഞ്ഞ കണ്ണുകൾ മറച്ചു. നന്ദേട്ടാ, KSFE ചിട്ടിയുടെ ലാസ്റ്റ് ഡേറ്റ് നാളെയാ. ഇന്ദുബാല നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തലമുടി കെട്ടഴിച്ചിട്ട് ചീകി. ആ, പിന്നെയും നാളത്തെ കാര്യങ്ങൾ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ വന്ന് ബെഡിന്റെ മറുവശത്തിരുന്നു. അയാൾ ശബ്ദിച്ചില്ല. ഉറങ്ങിയോ ഇത്ര പെട്ടെന്ന്? ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. ഈ രാത്രി നിനക്ക് സുഖമായി ഉറങ്ങാം. നല്ല ക്ഷീണം. അയാൾ കണ്ണടച്ച് കിടന്നു. എത്ര അടക്കിയിട്ടും ഒഴുകിയിറങ്ങുന്ന കണ്ണീർ അവൾ കാണരുതേ എന്ന് പ്രാർത്ഥിച്ചു. എത്ര ലാഘവത്തോടെയാണ് രവിചന്ദ്രൻ പറഞ്ഞത് ഇന്ദുവിനെ വിവരമറിയിക്കാൻ. 2 മക്കളുടെ അച്ഛനായ അയാൾക്കറിയില്ല അനപത്യത ദുഃഖം അനുഭവിച്ചവരുടെ മനസ്സ്. അത് അനുഭവിച്ചവർക്കേ അറിയൂ. ലൈറ്റ് അണച്ചിട്ട് ഇന്ദുബാലയും കിടന്നു. അയാൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയാൻ ബാക്കി വെച്ചതൊക്കെ അവൾ മനസ്സിൽ തന്നെ വെച്ചു. നന്ദൂട്ടൻ അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂടേറ്റ് കിടക്കുകയാണ്. അരുമയോടെ അവൾ അവൻ്റെ ദേഹത്ത് കൈവച്ചത് അയാൾ അറിഞ്ഞു. അച്ഛനും അമ്മയും മോന് സംരക്ഷണ ഭിത്തി തീർത്ത് കിടക്കുകയാണ്. ഞങ്ങൾക്കിടയിൽ നിന്ന് മോനെ ആരെങ്കിലും റാഞ്ചി എടുത്തുകൊണ്ട് പോകുമോ? ഇനി അവനില്ലെങ്കിൽ ഞങ്ങളുമില്ല. അവൻ കൈകളിലേക്ക് വന്ന ആ നിമിഷം അയാളുടെ മനസ്സിലേക്ക് വന്നു. ആ നിമിഷങ്ങളെപ്പറ്റി ജീവിതത്തിൽ ഒരിക്കലും ഓർക്കേണ്ടി വരുമെന്ന് കരുതിയതല്ല. ഒരു സ്വപ്നം പോലെ താനും ഇന്ദുവും മറന്നു കളഞ്ഞതാണ്. നന്ദൻ്റെ ഓർമ്മകൾ 2 വർഷം പിന്നിലേക്ക് പോയി. ചമോലിയിൽ നിന്ന് ക്ഷീണിതരായി മംഗലാപുരത്തെ ക്വാർട്ടേഴ്സിലേക്ക് വന്ന് കയറിയ ദിവസം അയൽക്കാർ ആരെയും പരിചയപ്പെടാനുള്ള സമയം പോലും കിട്ടിയില്ല. രവിചന്ദ്രൻ്റെ കോൾ വന്നു. നന്ദ, നീ ചമോലിയിലാണോ? എടാ, എനിക്ക് മംഗലാപുരത്തേക്ക് ട്രാൻസ്ഫറായി. നാടിനോട് അടുത്തുകൊണ്ടിരിക്കുക. സന്തോഷത്തോടെ നന്ദൻ പറഞ്ഞു. നീ മംഗലാപുരത്താണോ? വെരി ഗുഡ്. നോർത്തിലാണെന്ന് കരുതിയാ ഞാൻ വിളിച്ചത്. എടാ, നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണോ? പകച്ചുപോയി. കുഞ്ഞോ? ബാഗ് എടുക്കാൻ വന്ന ഇന്ദുബാല അത് കേട്ട് അടുത്തു വന്നു. അവളുടെ മുഖത്ത് ജിജ്ഞാസ നിഴലിച്ചു. അതേ നന്ദ, കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ആഗ്രഹം നീ എന്നോട് പ്രകടിപ്പിച്ചില്ലേ? അതിനുള്ള വഴിയും എന്നോട് ചോദിച്ചു. നന്ദൻ ഇന്ദുബാലയ്ക്ക് കേൾക്കാനായി ഫോൺ സ്പീക്കർ ഓൺ ചെയ്തു. ദത്തിൻ്റെ ആവശ്യമൊന്നുമില്ലടാ. ഇന്നലെ രാത്രി പ്രസവം കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ട്. ആൺകുഞ്ഞാ. കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും കൈമാറാനാ ബന്ധുക്കളുടെ തീരുമാനം. ഇന്ദുബാലയുടെ മുഖം വിടരുന്നത് കണ്ടു. നീ വിശദമായി പറ. എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടിൻ്റെ പെങ്ങളാ കുഞ്ഞിൻ്റെ അമ്മ. അവൾക്ക് 18 വയസ്സേ ഉള്ളൂ. കോളേജിൽ പഠിക്കുക. അബദ്ധം പറ്റിപ്പോയി. പയ്യൻ സഹപാഠിയാ. അവൻ വിവരമറിഞ്ഞപ്പോൾ തന്നെ നാടുവിട്ടു. 5-6 മാസം കഴിഞ്ഞാ പെണ്ണ് പ്രഗ്നൻ്റ് ആണെന്ന് വീട്ടുകാർ അറിയുന്നത്. പെണ്ണിനെ പിന്നെ അവർ പുറത്തിറക്കിയില്ല.
പെയിൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്നലെ രാത്രിയായിരുന്നു ഡെലിവറി. രാവിലെ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തിച്ചു. ആ കുഞ്ഞിനെ കൈയൊഴിയുന്ന കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ ഓർത്തുപോയി. ആശയുമായി സംസാരിച്ചപ്പോൾ നിന്നെ ഉടനെ വിളിക്കാൻ അവളും പറഞ്ഞു. ഇന്ദുബാല നന്ദൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു. രവിചന്ദ്രൻ്റെ സ്വരം വന്നു. കുഞ്ഞ് മരിച്ചുപോയെന്നാ ബന്ധുക്കൾ അമ്മയോട് പറഞ്ഞത്. അവളെ വിശ്വസിപ്പിക്കാൻ അതിബുദ്ധിയും കാണിച്ചു. കുഞ്ഞിൻ്റെ ബോഡിയാണെന്ന് പറഞ്ഞ് വീടിനോട് ചേർന്ന് ഒരു തുണിക്കെട്ട് കുഴിച്ചു മൂടി. അവളെ സംബന്ധിച്ച് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല. കുഞ്ഞ് എവിടെയുണ്ട്? സഹോദരൻ്റെ കസ്റ്റഡിയിലാ. അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കാനോ ഈ നാട്ടിൽ ആർക്കെങ്കിലും കൈമാറാനോ അയാൾ തയ്യാറല്ല. ചെന്നൈയിലോ ബാംഗ്ലൂരിലോ എത്തിക്കാനാ പ്ലാൻ. അവർക്കവിടെ ബിസിനസ്സുണ്ട്. ഏതെങ്കിലും തൊഴിലാളിക്ക് കൈമാറാനാ അവർ തീരുമാനിച്ചിരിക്കുന്നത്. രവി ഇതെങ്ങനെ അറിഞ്ഞു? അവളെ ഡെലിവറി വരെ നോക്കിയത് എൻ്റെ വൈഫ് ആശാലതയാ. അവൾ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് അല്ലേ? മറ്റൊരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ അവർ ഭയന്നത് കൊണ്ടാ എന്നെ വിളിച്ചതും ആശ വീട്ടിൽ പോയി അവളെ ചെക്കപ്പ് നടത്തിയതും. അല്ലെങ്കിൽ ഞാനിത് വല്ലോ അറിയുമോ? രവി ഇപ്പോഴും അവരെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അവരെപ്പറ്റി നീ ഒന്നും അറിയേണ്ട കാര്യമില്ല നന്ദ. അവരും നിങ്ങളെപ്പറ്റി ഒന്നും അറിയാൻ പോകുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉത്തരാഖണ്ഡിലുണ്ട്. അവർക്ക് കുട്ടികളില്ല. ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അറിയിച്ചു. അയാൾ സമ്മതവും പറഞ്ഞു. കുഞ്ഞിനെ വേണമെന്ന ഇന്ദുബാല ശബ്ദമില്ലാതെ കിഞ്ചി. നന്ദ, ഇത് ദൈവാനുഗ്രഹമായി കരുത്. ഒരു കാലത്തും കുഞ്ഞിനു വേണ്ടി ആരും വരില്ല. നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചെങ്കിലും നിന്റെ വീട്ടുകാരും നാട്ടുകാരും ട്രീറ്റ്മെൻറ്റ് തുടരുകയാണെന്നല്ലേ കരുതുന്നത്? നാട്ടിലേക്ക് ആ കുഞ്ഞുമായി ചെന്നാൽ നിനക്ക് ഇന്ദുബാലയിൽ പിറന്ന കുഞ്ഞായി എല്ലാവരും വിശ്വസിക്കും. ഞങ്ങൾ വരുന്നു. അതിനി വൈകരുത്. ഇവർ തീരുമാനങ്ങൾ മാറ്റിയെന്ന് വരും. ഇപ്പോൾ തന്നെ ഒരു ടാക്സി എടുത്ത് നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. നിങ്ങൾ രാവിലെ എത്തുമെന്ന് എനിക്കവരെ അറിയിക്കാനും പറ്റും. ശരി, വരുന്ന വഴിക്ക് വിളിക്ക്. കോൾ കട്ടായി. ബദ്രിനാഥൻ നമുക്ക് തന്ന സമ്മാനം അനന്തേട്ടാ. മംഗലാപുരത്ത് നമ്മളെ കൊണ്ടെത്തിച്ച ഉടൻ രവിയേട്ടൻ്റെ കോൾ വന്നില്ലേ? നമുക്കുടനെ പോകണം. ഇന്ദുബാല കരയുകയും ചിരിക്കുകയും ചെയ്തു. പിന്നെ വൈകിയില്ല. മംഗലാപുരത്ത് നിന്ന് ഒരു ടാക്സിയിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. 16 മണിക്കൂർ നീണ്ട യാത്ര. രാവിലെ 8 മണിക്ക് മുമ്പായി തിരുവനന്തപുരത്തെത്തി. പട്ടത്ത് രവിചന്ദ്രൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ കാറിൻ്റെ പിന്നാലെ ടാക്സി നീങ്ങി. പട്ടത്ത് ഉള്ള അയാളുടെ വീട്ടിലേക്കാണ് ആദ്യം പോയത്. രവിചന്ദ്രൻ്റെ ഭാര്യ ഡോക്ടർ ആശാലത വീട്ടിലുണ്ടായിരുന്നു. സത്യത്തിൽ ആ കുഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളാ. നല്ല ഓമനത്തമുള്ള കുഞ്ഞ്. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അതിനില്ല. ഭാഗ്യമുള്ള കുഞ്ഞ് തന്നെയാ അത്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ എത്തില്ലേ? ഇന്ദുബാലയോട് ആശാലത പറഞ്ഞു. ഇന്ദുബാലയുടെ വലിയ കണ്ണുകൾ നിറഞ്ഞു നിന്നു. ഈ പ്രായത്തിൽ കൊടുക്കേണ്ട ബേബി ഫുഡൊക്കെ ഞാൻ കുറിച്ചു തരാം. എന്ത് ആവശ്യത്തിനും ഇന്ദുബാല എന്നെ വിളിച്ചാൽ മതി. പിന്നെ അവിടെ എത്തിയാലുടൻ ഒരു പീഡിയാട്രിഷ്യനെ കൊണ്ടുപോയി കാണിക്കണം. ആശാലത നിർദ്ദേശിച്ചു. ചെയ്യാം. അവൾ കണ്ണൊപ്പി. ഓരോ ജന്മത്തിനും ഓരോ നിയോഗമുണ്ടെന്ന് പറയുന്നത് എത്ര സത്യമാ. അവൻ ജനിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ. വളരേണ്ടതും നിങ്ങളുടെ കൂടെ. സമയമായപ്പോൾ നിങ്ങളും നോർത്തിൽ നിന്ന് മംഗലാപുരത്ത് എത്തി. ആശാലത പുഞ്ചിരിച്ചു. രവിചന്ദ്രൻ തലയാട്ടി ശരിവെച്ചു. ഒരു സ്വപ്നം കാണുകയാണോ എന്ന് നന്ദൻ ഓർത്തുപോയി. 10 മണിയായപ്പോൾ രവിചന്ദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. പുറപ്പെടാം. അവർ കുഞ്ഞുമായി വരുന്നുണ്ട്. ടാക്സി ഡ്രൈവറെ അവിടെ നിർത്തി രവിചന്ദ്രൻ്റെ കാറിലാണ് നന്ദനും ഇന്ദുബാലയും രവിചന്ദ്രൻ്റെ കൂടെ പോയത്. PTP നഗറിലേക്കുള്ള വഴിയിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഇന്നോവ കാറിൻ്റെ അടുത്ത് രവിചന്ദ്രൻ കാർ നിർത്തി. ആ പ്രദേശം വിജനമായിരുന്നു. ഇന്നോവയിൽ നിന്ന് നല്ല ഉയരവും അതിനൊത്ത തടിയുമുള്ള 35-നടുത്ത് പ്രായമുള്ള ഒരാൾ ഇറങ്ങി. ഇന്ദുബാലയെ കാറിൽ ഇരുത്തി രവിചന്ദ്രനും നന്ദനും അയാളുടെ അടുത്തേക്ക് ചെന്നു. ഇതാണ് നന്ദൻ. നന്ദൻ്റെ വൈഫ് കാറിലുണ്ട്. രവിചന്ദ്രൻ പറഞ്ഞു. ഉത്തരാഖണ്ഡിലാണല്ലേ? അതെ, അങ്ങനെ പറയാൻ രവിചന്ദ്രൻ നന്ദനോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെ വിവരങ്ങളൊക്കെ രവി പറഞ്ഞു. കുഞ്ഞിനെ നിങ്ങൾക്ക് തരാം. ഈ സംഭവം ഞാനും നിങ്ങളും ഇവിടെ വെച്ച് മറക്കുകയാണ്. എൻ്റെ പെങ്ങൾക്ക് ഇനിയൊരു ജീവിതമുണ്ടാവും. അവളുടെ ജീവിതത്തിൽ ഒരു കരട് പോലെ ഒരു കാലത്തും ആ കുട്ടി കടന്നു വരരുത്. ഭാവിയിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഊഹിക്കാവല്ലോ. അയാൾ നന്ദനെ നോക്കി. അങ്ങനെ സംഭവിക്കില്ല സാർ. ഞങ്ങൾക്ക് ജനിച്ച കുഞ്ഞായിട്ടാണ് ഞങ്ങൾ വളർത്തുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരും ആ കുഞ്ഞിനെ തേടി വരാതിരുന്നാൽ മാത്രം മതി. നന്ദൻ ഉറപ്പു കൊടുത്തു. ആരും വരില്ല.
ഞങ്ങൾക്ക് മാത്രമല്ല അതിനെ പ്രസവിച്ചവൾക്കും ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു. അയാൾ ഇന്നോവയുടെ പിന്നിലെ ഡോർ തുറന്നു. കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി വാ. ഒരു സ്ത്രീ ടവലിൽ പൊതിഞ്ഞ കുഞ്ഞുമായി പുറത്തേക്കിറങ്ങി. ഉറങ്ങുന്ന ആ കുരുന്ന മുഖം നന്ദൻ കണ്ടു. ഒരു റോസാദളം പോലെ അയാൾക്ക് തോന്നി. ഡോർ തുറന്ന് ആരും വിളിക്കാതെ തന്നെ ഇന്ദുബാല ഓടി വന്നു. ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവൾ കുഞ്ഞിനെ ഏറ്റുവാങ്ങി. 10 മാസം ഗർഭത്തിലേറി നൊന്തുപെറ്റ ഒരമ്മയുടെ മുഴുവൻ ഭാവപകർച്ചകളും ഇന്ദുബാലയുടെ മുഖത്ത് കണ്ടു. ആ മനുഷ്യൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ധൈര്യമായി കൊണ്ടുപോയിക്കോ, ഇത് നിങ്ങളുടെ കുഞ്ഞാ. നന്ദൻ ഓർമ്മയിൽ നിന്ന് ഉണർന്നു. ആ ഉറപ്പാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ അമ്മയും അച്ഛനും ഒന്നിച്ചിരിക്കുന്നു. സ്വന്തം കുഞ്ഞിനു വേണ്ടി സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ കേഴുന്നു. അവനെ വിട്ടുകൊടുക്കാൻ എങ്ങനെ കഴിയും? നന്ദൂട്ടനെ നെഞ്ചോട് ചേർത്തണച്ച് അവൻ്റെ ശിരസിൽ അയാൾ വിതുമ്പുന്ന ചുണ്ടുകൾ ചേർത്ത് വെച്ച് നിശബ്ദം കരഞ്ഞു. രാവിലെ നന്ദൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഇന്ദുബാല നന്ദൂട്ടനെ കയ്യിലെടുത്തു വന്നു. അവളുടെ കയ്യിലിരുന്ന് ചിരിക്കുന്ന നന്ദൂട്ടനെ പിടയുന്ന മനസ്സോടെ അയാൾ നോക്കി. ഒരു ദിവസം കൊണ്ട് തനിക്ക് അവൻ അന്യനായതുപോലെ. അച്ഛന് ടാറ്റ പറമോനെ. ഇന്ദുബാല അവനെ നോക്കി ചിരിച്ചു. ടാറ്റ. അവൻ കൈവീശി. നന്ദൻ അവനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. എന്നാ നന്ദേട്ടാ മോൻ്റെ തുലാഭാരത്തിന് നമ്മൾ ഗുരുവായൂർ പോകുന്നത്? ഇന്ദുബാല ആരാഞ്ഞു. തുലാഭാരം നടക്കുന്നത് നമ്മുടെ ജീവിതത്തിലാണെന്ന് അയാൾ ഉള്ളിലോർത്തു. ഒരു തട്ടിൽ നന്ദുമോനും മറ്റേ തട്ടിൽ നമ്മളും. ഞാൻ ഓഫീസിൽ ചെല്ലട്ടെ, ലീവ് ശരിയാകുമോ എന്ന് നോക്കാം. എന്തായാലും ഉടനെ പോകാം. നന്ദൻ ചെന്ന് കാറിൽ കയറി. പാലപ്പുറത്ത് നിന്ന് ഒറ്റപ്പാലത്തേക്ക് തിരിയുമ്പോൾ അയാൾക്ക് നന്നായിട്ടറിയാമായിരുന്നു തനിക്ക് ഓഫീസിൽ ചെന്നിരിക്കാൻ സാധിക്കില്ല എന്ന്. ഇന്ന് കുഞ്ഞിനെ അടക്കം ചെയ്തെന്ന് പറയുന്ന സ്ഥലം പോലീസ് പരിശോധിക്കുകയാണ്. വലിയ വാർത്താ പ്രാധാന്യമുള്ള ദിവസമാണിന്ന്. മാധ്യമങ്ങൾക്ക് വീട് കിട്ടിയ സുദിനം. എല്ലാ ന്യൂസ് ചാനലുകളിലും രാവിലെ മുതൽ ഇത് തന്നെയാവും വാർത്ത. ഇപ്പോൾ ആരും അറിയുന്ന ഈ കേസിൽ തനിക്കുള്ള പങ്ക്. നന്ദൻ ഓഫീസിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ ചൂടുപിടിച്ച ചർച്ച നടക്കുകയാണ്. വിഷയം അമ്മയും കുട്ടിയും തന്നെയായിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖം കണ്ടിട്ട് ഇന്നലെ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. എന്തൊരു വിധിയാ അവക്കുണ്ടായത്. കാഷ്യർ ശ്രീകലയുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് നന്ദൻ കസേരയിൽ ചെന്നിരുന്നത്. കൊടും ചതിയാ സഹോദരന്മാർ അവളോട് കാണിച്ചത്. പ്രസവിച്ച കുഞ്ഞിൻ്റെ മുഖം ഒരു നോക്ക് കാണാൻ പോലും അവൾക്ക് ഭാഗ്യമുണ്ടായില്ല. പാവം കുട്ടി. ശ്രീകല നൊമ്പരപ്പെട്ടു. അല്ലേ, ഈ പെങ്കൊച്ച് 2 വർഷം എവിടെ പോയിരുന്നു? പ്യൂൺ ശശാങ്കൻ ചോദിച്ചു. ഇയാൾ ടിവിയും പത്രവും ഒന്നും കണ്ടില്ലേ? കൊച്ചു മരിച്ചു പോയെന്നാ അവളെ ചേട്ടന്മാർ വിശ്വസിപ്പിച്ചത്. അവളുടെ കൺമുന്നിൽ ഒരു തുണിക്കെട്ട് കുഴിച്ചിടുകയും ചെയ്തു. രാജീവൻ പറഞ്ഞു. അതാ ഇന്ന് പോലീസ് തോണ്ടിയെടുക്കാൻ പോകുന്നത്. അതിൽ കൊച്ചിൻ്റെ അവശിഷ്ടമൊന്നും ഉണ്ടാവില്ല. ശ്രീകലയുടെ സ്വരം നന്ദൻ കേട്ടു. നന്ദൻ സാറ് വിവരമൊന്നും അറിഞ്ഞില്ലേ? ശശാങ്കൻ ചോദിച്ചു. ആ, പത്രത്തിൽ കണ്ടു. ഒഴുക്കൻ മട്ടിൽ നന്ദൻ പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിലേക്ക് ശ്രദ്ധ തിരിച്ചു. ആ കൊച്ച് ആരുടെ കയ്യിലായിരിക്കും ഉള്ളത്? ആരായാലും കുട്ടികളില്ലാത്ത ദമ്പതികളാവും അതിനെ വളർത്തുന്നത്. അവരുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്ക്. നകുലൻ്റെ ശബ്ദം കേട്ടു. നന്ദൻ്റെ ഉള്ളു പിടഞ്ഞു. മക്കളില്ലെന്ന് വെച്ച് കണ്ടവരുടെ കൊച്ചിനെ സ്വന്തമാക്കി വളർത്താൻ അവർക്ക് എന്തവകാശമാ ഉള്ളത്? ഒരു കുഞ്ഞിനെ അവർക്ക് വേണമായിരുന്നുവെങ്കിൽ നിയമ നടപടികൾ അനുസരിച്ച് ദത്തെടുക്കണം. ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണോ? കയ്യിൽ കിട്ടിയ ചോരക്കുഞ്ഞിനെയും കൊണ്ട് അവർ കടന്നു കളഞ്ഞില്ലേ? തിരിച്ചു കൊടുക്കാൻ അവർ ബാധ്യസ്ഥർ തന്നെയാ. ഈ പെൺകുട്ടിയുടെ വേദന കണ്ട് മനസാക്ഷിയുണ്ടെങ്കിൽ അതവർ ചെയ്യണം. ശ്രീകലയുടെ വാക്കുകൾ നന്ദൻ്റെ ഹൃദയം തുളച്ചു. എന്നാലും അവർക്കും വേദനയുണ്ടാവില്ലേ? 2 വർഷമാ അതിനെ സ്വന്തം കുഞ്ഞായി അവൾ വളർത്തിയത്. അവരെയാണ് ആ കുഞ്ഞ് ആദ്യമായി അച്ഛാന്നും അമ്മാന്നും വിളിച്ചിട്ടുണ്ടാവുക. അതിനെ പറിച്ചെടുത്ത് കൊണ്ടുവരുന്നതും ദുഃഖകരമായൊരു കാര്യമാണ്. അവിടെയും മാനുഷിക പരിഗണനയ്ക്ക് സ്ഥാനമുണ്ട്. എല്ലാം കേട്ടിരുന്ന കവിത പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു പോവരുതേ എന്ന് നന്ദൻ പ്രാർത്ഥിച്ചു. കവിത എന്താ പറയുന്നത്? പെറ്റമ്മയ്ക്ക് അവരുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടണ്ടേ? ഈ പറഞ്ഞ മാനുഷിക പരിഗണനയ്ക്കൊന്നും ഒരു സ്ഥാനവുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ അവർ തട്ടിയെടുത്തവരാ. തിരിച്ചു കൊടുത്തേ പറ്റൂ. ശ്രീകല വാദിച്ചു. കുഞ്ഞ് ആരുടെ കയ്യിൽ ഉണ്ടെന്ന് അറിയാമെങ്കിൽ നിഖിലയുടെ ചേട്ടന്മാർ പോലീസ് വലയിലാവണം. അവന്മാർ പറഞ്ഞിരിക്കും കുഞ്ഞിനെ സ്വന്തമാക്കി വളർത്തുന്നത് ആരാന്നും പുറത്തു വരും. അതിന് അധിക കാലതാമസമൊന്നും വേണ്ട. ഇപ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് അവരെയാ. നന്ദൻ്റെ അടുത്ത സീറ്റിൽ ഇരുന്ന സതീശൻ പറഞ്ഞു. കുഞ്ഞ് കേരളത്തിലുണ്ടാവാൻ വഴിയില്ല.
കർണാടകയിലോ ആന്ധ്രയിലോ ആണെന്നാണ് ചില ചാനലുകൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി തട്ടിവിടുന്നത്. ചിലപ്പോൾ അത് സത്യമാവും. അതിനെ ഈ നാട്ടിൽ വളർത്താൻ അവളുടെ ചേട്ടന്മാർ അനുവദിച്ചില്ല. വർഷം 2 കഴിഞ്ഞിരിക്കുന്നത്. ആ കുടുംബം ഇപ്പോൾ എവിടെയുണ്ടെന്ന് കുഞ്ഞിനെ കൈമാറിയവർക്ക് പോലും നിശ്ചയമുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ആധികാരികതയോടെ സമീപിക്കുന്ന ദിനേശൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നതൊന്നുമല്ല നടക്കാൻ പോകുന്നത്. കേട്ടിട്ട് അവളുടെ സഹോദരന്മാർ കില്ലാടികളാ. കൊച്ചിനെ മറ്റൊരാൾക്ക് കൊടുത്തെന്ന് അവർ പറഞ്ഞിട്ടില്ല. കൊച്ചിൻ്റെ അമ്മയാ പറയുന്നത് കുഴിച്ചു മൂടിയത് വെറും തുണിക്കെട്ടാണെന്നും തൻ്റെ കൊച്ചിനെ ചേട്ടന്മാർ മറ്റാർക്കോ കൊടുത്തുവെന്നും. ശരിയല്ലേ? വിനയൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ചേട്ടന്മാർ കുഴിച്ചിട്ടത് അവളുടെ കൊച്ചിനെ തന്നെയാ. അതിലാർക്കും ഒരു സംശയവും വേണ്ട, അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ആരോഗ്യമുള്ള കുഞ്ഞാണെന്നാ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വെളിപ്പെടുത്തിയത്. കൊച്ചിൻ്റെ അച്ഛൻ അത് പറഞ്ഞതല്ലേ? ശ്രീകല ഏറ്റുപിടിച്ചു. അത് ശരി തന്നെയാവും. പക്ഷേ കുഞ്ഞിനെ അവർ കൊന്നു കാണും. മറ്റൊരാൾക്ക് കൊച്ചിനെ കൊടുക്കാനുള്ള വിഡ്ഢിത്തരമൊന്നും അവർ കാണിക്കില്ല. അവർ ഒളിവിൽ പോകാൻ കാരണം അതുതന്നെയാ. എല്ലാവരും ആലോചനയിൽ മുഴുകി. കണ്ണുകൾ തുറന്നു വെച്ചപടി നിശ്ചലനായി നന്ദൻ ഇരുന്നു. നിങ്ങൾ കണ്ടോ? അല്പനിമിഷത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ ശരീരാവശിഷ്ടം പോലീസ് കണ്ടെടുക്കും. അവന്മാർ കൊലക്കുറ്റത്തിന് അകത്തും പോവും. കുഞ്ഞ് മരിച്ചിരുന്നില്ല എന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞ നിലയ്ക്ക് അവരുടെ ചേട്ടന്മാർ പറയുന്നതൊന്നും വിലപ്പോവില്ല. ഈ കേസ് കൂടുതൽ ചൂട് പിടിക്കാൻ പോകുന്നതേയുള്ളൂ. നിഖിലയ്ക്കും ആൽബിക്കും കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് തന്നെയാ. ക്യാബിനിൽ നിന്ന് മാനേജർ എഴുന്നേൽക്കുന്നത് കണ്ടതും ചർച്ചയ്ക്ക് വിരാമമായി. നന്ദൻ്റെ സെൽ റിംഗ് ചെയ്തു. രവിചന്ദ്രൻ്റെ പേര് കണ്ടതും അയാളുടെ ഉള്ളു കിടുങ്ങി. അയാൾ കോളെടുത്തു. രവി, നന്ദൻ എവിടെയായിപ്പോ? ആ ചോദ്യത്തിൽ കുഞ്ഞുമായി സ്ഥലം വിട്ടോ എന്നൊരു ഉത്കണ്ഠ നന്ദൻ അറിഞ്ഞു. ഓഫീസിലാ. എന്താ പുതിയ വിവരം? നന്ദൻ പതുക്കെ ചോദിച്ചു. നരേന്ദ്രനെയും സുധീറിനെയും തേടി പോലീസ് ചെന്നൈയിലും ബാംഗ്ലൂരുമുള്ള അവരുടെ ഓഫീസിലെത്തിയത്രേ. അവർ ഒളിവിലാണ്. എത്ര കാലം അവർക്ക് പിടികൊടുക്കാതെ മാറി നിൽക്കാൻ കഴിയും? ഓഫീസിൽ പോവാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥയിലാണ് ഞാൻ. നന്ദൻ ശബ്ദിച്ചില്ല. ഓരോ മണിക്കൂറും സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുക. ആശ ആകെ തകർന്ന മട്ടില്ല. ഞങ്ങളെ ഇതിൽ നിന്ന് ഊരിത്തരാൻ നിനക്കേ പറ്റൂ. നരേന്ദ്രനും നീയും തമ്മിൽ പരിചയത്തിലായിരുന്നു എന്നും അയാൾ നിന്നെ നേരിട്ട് വിളിച്ചതായിരുന്നു എന്നും നിങ്ങൾ രണ്ടുപേരും മൊഴി കൊടുത്താൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാം. എൻ്റെ കാര്യം വിട്. ആശയുടെ ഭാവിയോ? അവൾ ഒരു ഡോക്ടറല്ലേ? തീർന്നില്ലേ അവളുടെ കരിയർ? നീ എല്ലാം ഉറപ്പിച്ചോ? നന്ദൻ ചോദിച്ചു. ഏയ്, അങ്ങനെ ഒരു സാധ്യത വന്നാലുള്ള കാര്യമാണ് പറഞ്ഞത്. എല്ലാം മുന്നിൽ കാണണമല്ലോ. നരേന്ദ്രൻ്റെ മൊഴിയിലായെല്ലാം. ഒരു നിമിഷം, ഒരു കോൾ വരുന്നുണ്ട്. നന്ദനെ ഞാൻ വിളിച്ചോളാം. നന്ദൻ്റെ കോൾ കട്ട് ചെയ്തിട്ട് രവിചന്ദ്രൻ അപരിചിതമായ നമ്പറിൽ നിന്ന് വന്ന കോൾ എടുത്തു. ഹലോ രവിചന്ദ്രൻ, ഞാൻ പുല്ലാട്ട് നരേന്ദ്രനാ. രവിചന്ദ്രൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. താൻ എവിടെയുണ്ട്? തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നതാ. ഇത് എൻ്റെ ഒരു ജീവനക്കാരൻ്റെ നമ്പറാ. നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. വീടുമായും ബന്ധുക്കളുമായും ഞങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഫോൺ കോളും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. രവിചന്ദ്രൻ എൻ്റെ വീട് വരെ ഒന്ന് പോയി മല്ലികയുടെ കയ്യിൽ തൻ്റെ ഫോൺ കൊടുക്കണം. അവരെല്ലാം ഭയന്നിരിക്കുക. ഈ സമയത്ത് ഞാൻ അവിടെ ചെന്നാൽ പോലീസ് സംശയിക്കില്ലേ? അമ്മയ്ക്ക് തളർച്ച വന്നപ്പോൾ ഡോക്ടർ ആശാലതയെ വിളിച്ചതാണെന്ന് പറയാമല്ലോ. മാത്രമല്ല, വിവരങ്ങൾ അറിഞ്ഞ് ഒരുപാട് പേർ പുല്ലാട്ട് വീട്ടിൽ വരുന്നുണ്ട്. അവരെയൊക്കെ എന്തു പറഞ്ഞ് പോലീസ് സംശയിക്കും? നിങ്ങളെ മാത്രമേ ഈ സമയത്ത് എനിക്ക് ആശ്രയിക്കാൻ പറ്റൂ. ഈ പ്രശ്നങ്ങളൊക്കെ ഒതുക്കിക്കളയാൻ എനിക്കറിയാം. നരേന്ദ്രൻ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ഞാൻ പോകാം. എനിക്ക് വേണ്ടി നരേന്ദ്രനും ഒരു സഹായം ചെയ്യണം. ഏതെങ്കിലും സാഹചര്യത്തിൽ സത്യം വെളിപ്പെടുത്തേണ്ടി വന്നാൽ എനിക്കും ആശയ്ക്കും ഇതിലുള്ള പങ്ക് നരേന്ദ്രൻ പുറത്തു വിടരുത്. നിങ്ങളും നന്ദനും തമ്മിലാണ് ഇടപാടുകൾ എന്ന് വേണം പുറത്തു പറയാൻ. കിട്ടിയ അവസരം രവിചന്ദ്രൻ മുതലെടുത്തു. ആരാ നന്ദൻ? ആ കുഞ്ഞിനെ വളർത്തുന്നത് അയാളല്ലേ? ഞാൻ അതുപോലും മറന്നു. എൻ്റെ പെങ്ങൾ എത്ര ചാടിയാലും അവൾ കൊച്ചിൻ്റെ അടുത്തെത്തില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? രവിചന്ദ്രന് അങ്ങനെ ഒരു പേടി വേണ്ട. ഇപ്പോഴത്തെ ബഹളമൊക്കെ 4-5 ദിവസം കൊണ്ട് തീരും. ഇതിലും വലുത് എന്തൊക്കെ വന്നതാ? ആരെങ്കിലും അതൊക്കെ ഓർക്കുന്നുണ്ടോ? ഇതിലും വലുത് കിട്ടുമ്പോൾ മീഡിയക്കാർ അത് വിടും. നരേന്ദ്രൻ്റെ ചിരി കേട്ടപ്പോൾ രവിചന്ദ്രന് കുറച്ച് ധൈര്യമൊക്കെ തോന്നി. കുഞ്ഞിനെപ്പറ്റി പറഞ്ഞാൽ പിന്നെ പുല്ലാട്ട് നരേന്ദ്രൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ആശയെയും കൂട്ടി പോയി വരാം. 12 മണിക്കാത്രേ കുഞ്ഞിൻ്റെ ശവക്കുഴി തോണ്ടുന്നത്. എന്തായാലും നല്ല ആൾക്കൂട്ടമുണ്ടാവും. വിവരങ്ങൾ ഞാൻ അപ്പോൾ തന്നെ വിളിച്ചു പറയാം. രവിചന്ദ്രൻ സംസാരം അവസാനിപ്പിച്ചു.
ആശാലതയോട് സംസാരിച്ചപ്പോൾ അവൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണുണ്ടായത്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മളെ പെടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കൊപ്പം പോകാൻ അവൾ തയ്യാറായി. രണ്ടുപേരും കാറിൽ പുല്ലാട്ട് വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ കുറച്ച് പോലീസുകാർ ഗേറ്റിന് മുന്നിലുണ്ടായിരുന്നു. ഒരു ഇൻസ്പെക്ടർ കാർ തടഞ്ഞു. ഗ്ലാസിൽ പതിച്ചിരുന്ന സ്റ്റിക്കർ ശ്രദ്ധിച്ച് അയാൾ ചോദിച്ചു, ഡോക്ടറാണല്ലേ? അതെ, ഇവിടുത്തെ അമ്മയ്ക്ക് BP കൂടിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അകത്തേക്ക് പോകാവോ? ആശാലത അനുവാദം ചോദിച്ചു. പൊയ്ക്കോളൂ. ഗേറ്റിൻ്റെ പാളികൾ തുറന്നു. മുറ്റത്ത് പോലീസ് പ്രവേശിച്ചിരുന്നില്ല. അവർ കാർ നിർത്തി പുറത്തിറങ്ങുമ്പോൾ നരേന്ദ്രൻ്റെ ഭാര്യ മല്ലികയും സുധീറിൻ്റെ ഭാര്യ രമ്യയും സിറ്റൗട്ടിലേക്ക് വന്നു. രവിചന്ദ്രനെയും ഭാര്യയെയും കണ്ടതും അവരുടെ മുഖത്ത് ആശ്വാസം പ്രതിഫലിച്ചു. ഞങ്ങളുടെ ബന്ധുക്കളെ പോലും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. കുഞ്ഞിനെ അടക്കിയ കുഴി മാന്തുമെന്നൊക്കെയാ ചാനലുകളിൽ പറയുന്നത്. നിങ്ങൾ വന്നത് നന്നായി. സാരി തലപ്പ് പിടിച്ച് മല്ലിക കണ്ണു തുടച്ചു. നരേന്ദ്രൻ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. അമ്മയ്ക്ക് BP കൂടി. നിങ്ങൾ വിളിച്ചെന്നാ പോലീസിനോട് പറഞ്ഞത്. വരൂ, അകത്തേക്ക് പോകാം. അവർക്കൊപ്പം രവിചന്ദ്രനും ആശാലതയും അകത്തേക്ക് കയറി. ഇതാ ഫോൺ. മല്ലിക നരേന്ദ്രനോട് സംസാരിക്ക്. രവിചന്ദ്രൻ ഫോൺ മല്ലികയ്ക്ക് കൊടുത്തു. അവൾ അതുമായി വേഗം അകത്തേക്ക് പോയി. നരേന്ദ്രൻ്റെ അമ്മ ഹേമാവതി അങ്ങോട്ട് വന്നു. അവരുടെ മുഖം കരഞ്ഞു വീർത്തിരുന്നു. എൻ്റെ മകൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അമ്മ ഇരിക്ക്. ആശാലത ചെന്ന് അവരെ സെറ്റിയിൽ പിടിച്ചിരുത്തി. നരേന്ദ്രനും സുധീറും എവിടെയാ ഉള്ളത് എന്ന് എന്നോട് പറഞ്ഞില്ലമ്മേ. പോലീസ് വിചാരിച്ചാൽ അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യവാ. ഒരു നിമിഷം കൊണ്ടാ ലാളിച്ച് വളർത്തിയ മകൾ ഞങ്ങൾക്ക് ശത്രുവായത്. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അതിനെ ആരെങ്കിലും വളർത്തിക്കോട്ടെ എന്നല്ലേ അവൾ കരുതേണ്ടത്. അവൾക്ക് വേണ്ടിയല്ലേ അവളുടെ ഏട്ടന്മാർ ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ ആ ചെക്കൻ്റെ കൂടെ ചാടി പുറപ്പെട്ടിരിക്കുന്നു കുടുംബദ്രോഹി. ഹേമാവതി അമ്മ കരഞ്ഞു. അവളെ അവൻ വന്ന് പറഞ്ഞിളക്കിയതല്ലേ. അവൾക്ക് വലുത് അമ്മയും കൂടപ്പിറപ്പുകളുമല്ല. അല്ലെങ്കിൽ തെരുവിൽ ചെന്ന് കിടക്കുവോ? കുടുംബത്തിന് അപമാനം വരുത്തി വയ്ക്കാൻ. സുധീറിൻ്റെ ഭാര്യ രമ്യയുടെ സ്വരത്തിൽ അമർഷം പുകഞ്ഞു. ആ കുഞ്ഞിനെ കണ്ടെത്തിക്കൊടുക്കാൻ അവരോട് നിങ്ങളൊന്ന് പറ. കൊണ്ടുപോയിക്കോട്ടെ. ഈ വീടിൻ്റെ പടി അവൾ കയറാതിരുന്നാൽ പോരെ. എൻ്റെ മക്കൾക്കൊരു ദോഷവും വരാതിരുന്നാൽ മതി. ഹേമാവതി അമ്മ കണ്ണുകൾ ഒപ്പി. അവൾക്ക് ആ കൊച്ചിനെ വിട്ടുകൊടുത്തിട്ട് അമ്മയുടെ ആൺമക്കൾ ആണും പെണ്ണും കെട്ടവരായി സമൂഹത്തിന് മുന്നിൽ നിൽക്കണോ? അവളുടെ കയ്യിൽ ഒരിക്കലും ആ കൊച്ചിനെ കിട്ടരുത്. നമ്മൾ എന്തു പേടിക്കാൻ അമ്മേ? ഇതിൻ്റെ പേരിൽ ആരും തൂക്കിക്കൊല്ലാൻ വിധിക്കില്ല. രമ്യ അമർഷം കൊണ്ടു. കൊച്ചിനെ അതിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറയുന്നവർ ഒന്നോർക്കണം. അവരുടെ കുടുംബത്തിലാണ് ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ അവർ എന്തു ചെയ്യുമെന്ന്. കോളേജിൽ പഠിക്കുന്ന 18 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി. അബോർട്ട് ചെയ്യാനുള്ള സമയവും കഴിഞ്ഞു. തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിച്ച് തറവാട്ടിൽ വളർത്താൻ പറ്റുമോ? ഇപ്പോൾ അവൾക്ക് വേണ്ടി വാദിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒരു അനുഭവം വന്നാൽ നമ്മൾ ചെയ്തതേ അവരും ചെയ്യൂ. സമൂഹ മനസാക്ഷി ഉണരണം പോലും. അമ്മയ്ക്ക് കുട്ടിയെ തിരിച്ചു കിട്ടണമെന്ന് പറയുന്നവർക്ക് മറ്റൊന്നും ചിന്തിക്കണ്ടല്ലോ. പുറത്ത് വാഹനങ്ങൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. രവിചന്ദ്രൻ എഴുന്നേറ്റ് ജനാലയുടെ അടുത്തേക്ക് ചെന്നു. പോലീസ് സംഘമാണ്. DCP സന്ധ്യ ഇറങ്ങുന്നത് അയാൾ കണ്ടു. ആശ, അമ്മയുടെ BP ചെക്ക് ചെയ്യ്. പോലീസാണ്, അയാൾ പറഞ്ഞു. DCP സന്ധ്യയും 2 പോലീസ് ഓഫീസർമാരും അകത്തേക്ക് വന്നു. ഡോക്ടർ ആശാലത ഹേമാവതി അമ്മയെ പരിശോധിക്കുന്നത് അവർ കണ്ടു. എന്തുപറ്റി? DCP സന്ധ്യ ചോദിച്ചു. അമ്മയ്ക്ക് BP കൂടിയതാ. അങ്ങനെയാ ഡോക്ടറെ വിളിച്ചത്. രമ്യ പറഞ്ഞു. ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? ചേട്ടത്തിയും പിന്നെ ഒരു സെർവൻറ്റും. രമ്യ മറുപടി കൊടുത്തു. DCP തിരിഞ്ഞ് രവിചന്ദ്രനെ നോക്കി. നിങ്ങൾ? എൻ്റെ വൈഫാ ഡോക്ടർ ആശാലത. ഞാൻ കൂടെ വന്നതാണ്. നരേന്ദ്രനോ സുധീറോ വിളിച്ചായിരുന്നോ? ഇല്ല, ഫോൺ സ്വിച്ച് ഓഫാ. രമ്യ നിഷേധിച്ചു. കുഞ്ഞിൻ്റെ ബോഡി കുഴിച്ചിട്ട സ്ഥലം നിങ്ങൾ കാണിച്ചു തരണം. ഞങ്ങൾ സ്ഥലം പരിശോധിക്കാനാണ് വന്നത്, DCP പറഞ്ഞു. മല്ലിക പുറത്തേക്ക് വന്നു. ഞങ്ങൾക്കാർക്കും അതേപ്പറ്റി അറിയില്ല. TV-യിൽ പറയുന്ന വിവരങ്ങളെ ഞങ്ങൾക്കറിയൂ. മല്ലികയാണ് മറുപടി പറഞ്ഞത്. നിങ്ങളുടെ സാന്നിധ്യത്തിലാ കുഞ്ഞിൻ്റെ ബോഡി കുഴിച്ചിട്ടത് എന്ന് നിഖില പറഞ്ഞതോ? കൂടുതൽ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അത് കുട്ടിയുടെ ബോഡിയാണെങ്കിലും ഡമ്മിയാണെങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നിങ്ങൾ ആ സ്ഥലം കാണിച്ചു തന്നേ പറ്റൂ. DCP-യുടെ ഭാവം മാറി. രമ്യ മുന്നോട്ട് വന്നു. മാഡം, ഞങ്ങളെ പീഡിപ്പിക്കുകയാണോ? എങ്കിൽ അത് വേണ്ട. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. എന്തിന്? അവൾ പ്രസവിച്ചു എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ പോലും ഞങ്ങൾ പോയിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി ഞങ്ങളോട് ചോദിക്കുന്നത്? ഞാനോ മല്ലിക ചേച്ചിയോ ഒന്നും കുഴിച്ചിടുന്നത് കണ്ടിട്ടില്ല. ഇനി പറഞ്ഞേ തീരുവെങ്കിൽ പറമ്പിൻ്റെ ഒരു മൂലയിൽ നിന്ന് കുഴികുത്തൽ തുടങ്ങാം.
രമ്യ പരിഹസിച്ചു. DCP മുരണ്ടു. വേണ്ട മേഡം, എൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറാ, അഡ്വക്കേറ്റ് PG തമ്പി. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൻ്റെയും ചാനലുകാരുടെയും മുന്നിൽ പ്രതിയെപ്പോലെ വന്ന് നിൽക്കേണ്ട കാര്യവുമില്ല. DCP സന്ധ്യ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. മുറ്റത്ത് പോലീസുകാരും ചാനലുകാരും നിറഞ്ഞിരുന്നു. നാട്ടുകാർ ഗേറ്റിന് പുറത്തും മതിലിന് മുകളിലും സ്ഥാനം പിടിച്ചു. അകത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നു. അതിൽ നിന്ന് നിഖില ഇറങ്ങുന്നത് ജനലിന് മുന്നിൽ നിന്ന് രവിചന്ദ്രനും മറ്റുള്ളവരും കണ്ടു. സ്ഥലം കാണിക്കാൻ അവൾ വന്നമ്മേ, രമ്യ പല്ല് കടിച്ചുകൊണ്ട് ഹേമാവതി അമ്മയോട് പറഞ്ഞു. വീടിനോട് ചേർന്ന് തുണിക്കെട്ട് കുഴിച്ചിട്ട സ്ഥലം നിഖില പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ വൈകിയില്ല. 2 പണിക്കാർ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി. പോലീസുകാർ ചുറ്റിനും നിരന്ന് നിന്നു. ക്യാമറ കണ്ണുകൾ ഇളകി മാറുന്ന മണ്ണിലും പോലീസുകാരുടെ അടുത്ത് നിന്ന നിഖിലയിലും മാറി മാറി പതിഞ്ഞു. ജനലിൽ നിന്ന് മാറി നിന്ന് രവിചന്ദ്രൻ വിവരങ്ങൾ നരേന്ദ്രനെ അറിയിച്ചുകൊണ്ടിരുന്നു. കുഴി വലുതായിക്കൊണ്ടിരുന്നു. മൊബൈൽ ഫോണിലൂടെ ന്യൂസ് ചാനലിൻ്റെ ലൈവ് കാണുകയായിരുന്നു നന്ദൻ. നന്ദൻ മാത്രമല്ല, ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളും. അതാ കിട്ടിക്കഴിഞ്ഞു, ബോഡി കിട്ടിക്കഴിഞ്ഞു, ദിനേശൻ ഒച്ച വെച്ചു. നന്ദൻ ഫോണിലേക്ക് നോക്കിയിരുന്നു. പണിക്കാർ ഒരു ചുവന്ന തുണിക്കെട്ട് കുഴിയിൽ നിന്നെടുത്ത് കരയിലേക്ക് വെക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ചുറ്റിനും വീഡിയോ ക്യാമറകൾ മാത്രം. അത് കുഞ്ഞിൻ്റെ അഴുകിത്തീർന്ന ബോഡി തന്നെ, ദിനേശൻ വിളിച്ചു പറഞ്ഞു. പണിക്കാർ കെട്ടഴിക്കുകയാണ്. നന്ദൻ നിർവികാരനായി നോക്കിയിരുന്നു. കേരളം മുഴുവൻ ആ കാഴ്ച കാണാനിരിക്കുകയാണ്. നന്ദൻ്റെ മനസ്സിൽ വന്നത് നന്ദൂട്ടൻ്റെ ചിരിക്കുന്ന മുഖമായിരുന്നു. നന്ദൂട്ടൻ എൻ്റെ മോൻ അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സെൽമ റോയിസ്.